വബിർറുൻ ഫിസ്തിഖാമ ലാ യഹീഫു അലാ മൻ യുബ്ഗിദ്. ദേഷ്യപ്പെടുന്നവരോട് അതിക്രമം ചെയ്യുന്നവരല്ല. വലാ യഅ്തമു ഫിൽ ഹുബ്ബ്. സ്നേഹിക്കുമ്പോൾ അതിര് കടന്നു പോകുന്നവരുമല്ല. സ്നേഹത്തിനും പരിധി വേണം. വലാ യദ്ദഈ മാ ലൈസ ലഹ്. തനിക്ക് അർഹതയില്ലാത്തത് വേണമെന്ന് പറയുന്നവനുമല്ല വിശ്വാസി. വലാ യുനാബിസു ബിൽ അൽഖാബ്. ആളുകളെ മോശപ്പെട്ട പേരിട്ട് വിളിക്കുന്നവരുമല്ല. വലാ യുശ്മിതു ബിൽ മുസാബ്. കൂടെ കഴിയുന്ന മനുഷ്യർക്ക്, സഹജീവികൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അത് കണ്ട് ചിരിക്കുന്നവരല്ല വിശ്വാസികൾ. മുഅ്മിനായൊരു മനുഷ്യനും തൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അവർ നിങ്ങളെ പ്രയാസപ്പെടുത്തിയവരായിരിക്കാം, നിങ്ങളുടെ ശത്രുവായിരിക്കാം. എന്നാൽ പോലും കടുത്ത ഒരു പരീക്ഷണം വരുമ്പോൾ അതിൽ സന്തോഷിക്കരുത്. വലാ യദുറു ബിൽ ജാർ. അയൽവാസികൾക്ക് ഉപദ്രവങ്ങൾ ചെയ്യരുത്. വലാ യഹ്മിസു. ഗീബത്ത് നമീമത്തുകൾ പറയരുത്. അങ്ങനത്തവരാണ് വിശ്വാസികൾ. ഫിസ്വലാത്തി മുതഖശ്ശിഉൻ. നിസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ്. വഇല സകാത്തി മുതസർരിഉൻ. സകാത്ത് കൊടുക്കാൻ വളരെ ധൃതിപ്പെട്ടു വരുന്നവരാണ്. ഇൻ സമത ലം യഗുമ്മുഹു സുംതു. മൗനം വേണ്ടിടത്ത് മൗനം പാലിക്കുന്നവരാണ്. വഇൻ ലഹിക ലം യഅൽ സൗതു. ചിരിക്കുമ്പോൾ ഒച്ച വെച്ച് ചിരിക്കുന്നവരല്ല. ഫിസ്സലാസിലി വഖൂർ. വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ഗൗരവമുള്ള മുഖമുള്ളവരാണ്. വഫിർറഖാഇ ശുകൂർ. സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണ്. ഖാനിഉൻ ബില്ലദീ ലഹു. അല്ലാഹു നൽകിയതിൽ പരിപൂർണമായ സംതൃപ്തരാണ്. വലാ യജ്മഹു ബിഹിൽ ഗൈദ്. ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നവരല്ല. വലാ യഗ്ലിബുഹു ശുഹു. അല്ലാഹു സമ്പത്ത് നൽകുന്നത് അത് പിടിച്ചു വെക്കുന്ന പിശുക്കുമുള്ളവരല്ല. യുഖാലിത്തുന്നാസ ലിയഅലമ ഔ യുഅല്ലിം. ജനങ്ങളുടെ കൂടെ നടക്കുന്നത് ഒന്നുകിൽ നല്ലത് പഠിക്കാനാണ്, അല്ലെങ്കിൽ നല്ലത് പഠിപ്പിക്കാനാണ്. വയസ്മുതു ലിയസ്ലം. വയസ്മുതു ലിയസ്ലം. അനാവശ്യ കാര്യങ്ങളുടെ ചർച്ച വരുമ്പോൾ, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ചർച്ചകൾ വരുമ്പോൾ, ഗീബത്ത് നമീമത്തിന്റെ അവസരങ്ങൾ വരുമ്പോൾ യസ്മുത്. മൗനം പാലിക്കുന്നവരാണ്. ലിയസ്ലമ. തെറ്റുകളിൽ ചെന്ന് പെടാതിരിക്കാൻ. വയൻതിഖൂ ലിയുഫ്ഹം. സംസാരിക്കുന്നത് പറഞ്ഞു കൊടുക്കാനാണ്. സംസാരം, വാക്കുകൾ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ. ഇൻകാന മഅദ്ദാകിരീൻ ലം യുക്തബ് മഅൽ ഗാഫിലീൻ. ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ശ്രദ്ധയോടെ ഇരിക്കുന്നവർ. വഇൻകാന മഅൽ ഗാഫിലീന കുതിബ മിനദ്ദാകിരീൻ. കൂടെയുള്ള ആളുകൾ മുഴുവനും അശ്രദ്ധമായി ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർ. വഇൻ ബുഗിയ അലൈഹി സ്വബർ. ആരെങ്കിലും തന്നോട് അതിക്രമം ചെയ്യുമ്പോൾ ക്ഷമ കാണിക്കുന്നവർ. ഏതുവരെ? ഹത്താ യകൂനല്ലാഹു ഹുവല്ലദീ യൻതഖിമു ലഹു യൗമൽ ഖിയാമ. തന്നോട് അതിക്രമം ചെയ്തവർക്ക് പ്രതികാരം അല്ലാഹു ചെയ്യണം എന്ന് പറഞ്ഞ് ഖിയാമത്തിലേക്ക് മാറ്റിവെക്കുന്നവരാണവർ. ഇതൊക്കെയാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവമെന്ന് അല്ലാമ ഇബ്നു ബത്തൂർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു കിതാബ് അൽ ഇബാനത്തുൽ കുബ്ര, ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ് ഈ വിവരിക്കുന്നത്. ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാ ഒരു മുസ്ലിമാകുന്നത്. നിസ്കരിച്ചു, നോമ്പെടുത്തു, അയൽവാസികൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആളാണ്, വല്ല കാര്യമുണ്ടോ? നിസ്കാരം, സുന്നത്ത് നോമ്പ് വരെയുള്ള ആളാണ്, പക്ഷേ നാവ് കൊണ്ട് ഒരു മനുഷ്യനോട് നല്ല നിലക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, എല്ലാവരെയും വെറുപ്പിക്കുന്ന ആളാണ്. എന്ത് കാര്യമാണ് അതുകൊണ്ട്? അതുകൊണ്ടാണ് മഹാന്മാരായ ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്തു നോക്കിയാൽ ഇബാദാത്തുകളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുആമലാത്തിന്റെ ബാബാ വരിക. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ഇടപാടുകൾ ശരിയാവണം. അത് കഴിഞ്ഞ് കച്ചവടം ചെയ്യാൻ അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, ബൈഇന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കും, മുആമലാത്തിന്റെ അഹ്കാമുകൾ പറഞ്ഞു കൊടുക്കും, ഹലാലും ഹറാമും. അത് കഴിഞ്ഞ് പിന്നെ ബാബു നിക്കാഹ് വരും, മനുഷ്യന്റെ കുടുംബജീവിതം ആരംഭിക്കും. അത് കഴിഞ്ഞ് മനുഷ്യൻ സെറ്റിൽഡായി എന്ന് തോന്നുമ്പോൾ പല വിഷയങ്ങളും വരും, ജീവിതത്തിൽ അബദ്ധങ്ങൾ വരും, തെറ്റുകൾ വരും. അങ്ങനെ ഹുദൂദിൻ്റെയും ശിക്ഷകളുടെയും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച വരും. ഇങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെടുത്തി ഇബാദത്തിൽ മാത്രമല്ല മനുഷ്യന്റെ മുആമലാത്തുകളിലും മുനാക്കഹാത്തുകളിലും മനുഷ്യന്റെ മുഖാസമാത്തുകളിൽ വരെ പടച്ചവനെ ഭയപ്പെടേണ്ടവരാണ് നമ്മൾ. ഏത് തർക്കങ്ങളിൽ പോലും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടവർ. അങ്ങനെ ആകുമ്പോഴാണ്
അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു ഹജ്ജത്തുൽ വിദാഇന്റെ ഹബീബിന്റെ അവസാന പ്രസംഗം നടക്കുന്നിടത്ത് അറഫ ദിനത്തിൽ ഹബീബിന് ഇറങ്ങിയ ആയത്താണിത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീന് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു, സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹങ്ങൾ സമ്പൂർണമായും നിങ്ങൾക്ക് വർഷിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാം നിങ്ങൾക്ക് മരണം വരെ ഫോളോ ചെയ്യാനുള്ള ശരീഅത്തായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്ന മതമാണ് എന്ന് പുണ്യ ഹബീബിന് അവതരിച്ച ആയത്താണിത്.